ഇപ്പൊ അമ്മയും എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് ടൈം കെട്ടാൻ പോകുന്ന പെണ്ണ് ലിതയാന്ന് അനൗൺസ് ചെയ്യും. അങ്ങനെ ഇത് കേട്ടിട്ട് മൊത്തത്തിൽ എല്ലാവരും ഷോക്കാവും. അപ്പോഴാണ് ടൈം അടുത്ത് പോയി, അമ്മേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, നിങ്ങൾ അവളെ കെട്ടാൻ പറഞ്ഞ ഞാൻ അവളെന്ത് കിട്ടുമോ എന്നതിന് അമ്മയുടെ വഴികൊണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ വന്ന് ടൈമിനെ പിടിച്ച് മാറ്റുന്നത്. അപ്പൊ ഇത് കണ്ട് MJയും കവിനും കൂടെ ഓടിച്ചെന്ന്, എടാ ടൈം നീ ഇപ്പൊ തന്നെ ഗോരെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോടാ എന്നതിന് അവന്മാരും കാറിന് താക്കോലൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. അങ്ങനെ അതും വാങ്ങിച്ചോണ്ട് ടൈം മാസമായിട്ട് ഗോരയുടെ അടുത്ത് ഇങ്ങനെ ഓടിച്ചെല്ലും. അപ്പോഴാണ് ക്യാമറ എന്ന് വരുന്ന വെളിച്ചം കാരണം അവനും ഗോരയ്ക്ക് പകരം ലിതയെ വിളിച്ചോണ്ട് അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് തന്നെയല്ലേ അവന്റെ അമ്മയും പ്രഖ്യാപിച്ച, പിന്നെന്തിനാ വെറുതെ വഴക്കൂടിയ എന്നതിന് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അവന്മാർ ഇത് കണ്ടിട്ട് ഇവന് വേണ്ടി മാസമായിട്ട് താക്കോലൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് അവൻ കാണിച്ചു തന്നില്ല എന്നതിന് അവന്മാർ നാണം കെട്ടി നിൽക്കും. അപ്പോഴാണ് കാറിൽ പോയിക്കൊണ്ട ടൈമും പറയുന്നത്, ഗോരയാ നീ ഒന്നും പേടിക്കണ്ട എന്നതിന് അവനും പറഞ്ഞിട്ട് തിരിയുമ്പോഴാണ് അവൻ വിളിച്ചോണ്ടെന്നത് അവളെ അല്ലെന്ന് മനസ്സിലാവും. അങ്ങനെ ഇത് കണ്ട് അവനടുത്ത് പോയി, എടി നിന്നെ ആരെ കാറിൽ കയറാൻ പറഞ്ഞ, നീ ആദ്യം ഇറങ്ങ എന്നതിന് അവളെ പുറത്തിറക്കിയിടും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും, നീ എന്തിന് എന്നെ പുറത്താക്കുന്ന, നീ അല്ലേ എന്നെ വിളിച്ചോണ്ടെന്ന്, മര്യാദയ്ക്ക് എന്നെ വീട്ടിൽ കൊണ്ടാക്ക് എന്നതിന് അവളും പറയും. അപ്പോഴാണ് ഇത് കേട്ടവനും, എന്തുവാ വീട്ടിൽ കൊണ്ടാക്കാനാ, എന്നാ പൈസ വല്ല ടാക്സിയും പിടിച്ചുവോ എന്നതിന് അവനും പറഞ്ഞിട്ട് കാർ എടുക്കാൻ നോക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളും ദേഷ്യപ്പെട്ട് നമ്മുടെ ടൈമിന്റെ മണ്ടേ കയറി അവന്റെ ചെവി ഇങ്ങനെ കടിച്ചു വയ്ക്കും. അങ്ങനെ ഇവരുടെ ഒരു അടി കൂടുന്ന അതേ സമയത്ത് ടൈമിൽ ലിതയുടെ കല്യാണത്തിനെ കുറിച്ച് റിപ്പോർട്ടേഴ്സൊക്കെ അമ്മയോട് ചോദിക്കും. അപ്പോഴാണ് അമ്മയും ഗോറിയെ നോക്കിയിട്ട്, ഓ കല്യാണമൊക്കെ അവർ തന്നെ നോക്കിക്കോളും, കാരണം എന്റെ മകന് ലിതയെ പോലെ പെണ്ണുങ്ങളെ ഇഷ്ടം, നിങ്ങൾ ഇതിനിപ്പോ കണ്ടില്ല എന്നതിന് അമ്മ ന്യൂസിൽ പറഞ്ഞ കാര്യം മൊത്തത്തിൽ വൈറലാവും. അങ്ങനെ ഇത് കണ്ട് അവൾ അപ്സെറ്റായി സ്കൂളിൽ ഇരിക്കുമ്പോഴാണ് ടൈം വിളിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് അവളും കോൾ എടുക്കാതെ കട്ട് ചെയ്യും. അപ്പോഴാണ് ആ 3 ഗേൾസ് രണ്ടുപേരും ഇങ്ങനെ വന്നിട്ട്, ഓ ഗോറിയ ടൈമിന്റെ ട്രൂ ലവ് അവൻ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നല്ല, എന്തായാലും അവർ രണ്ടുപേരും തമ്മില നല്ല മാച്ച് എന്നിന് അവളുമാരും കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് പണ്ടത്തെ പോലെ സ്കൂളിന്റെ മുകളിൽ ചെന്ന് അവളുടെ ദേഷ്യമെല്ലാം തീർക്കും. എന്നിട്ട് അവള് സൈഡ് റെന്നുണ്ടെന്ന് നോക്കുമ്പോഴാണ് അവിടെ തല നിൽക്കുന്നത്. അപ്പോഴാണ് അവനും, ആ ഞാനവിടെ വേസ്റ്റ് ഉണ്ടോ നോക്കാൻ വന്നേ, അപ്പോഴാണ് നീ കൂയിക്കൊണ്ട് എന്നിന് ഇവരുടെ സംസാരിക്കുന്ന അതേ സമയത്താണ് ആരും കാണാതെ ലിത്ത സ്കൂളിലേക്ക് ചാടും. അങ്ങനെ ഇത് കണ്ട് ഗോരയും ഷോക്കായി, ഇവളെന്തിനാ ഞങ്ങളുടെ സ്കൂളിൽ വരുന്നത് എന്നിന് അവളും പെട്ടെന്ന് താഴെ ഓടിച്ചെല്ലും. അപ്പോഴാണ് അതേ സമയം ടൈം ലിഫ്റ്റിനകത്ത് വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അവനും ഗോര ഓടി വന്നിട്ട് അവളെ പിടിച്ചിരുത്തി, ഗോരയ നീ എന്നെ മൈൻഡ് ചെയ്ത് അവിടെ പോന്ന്, നീ ഇന്നലെ ചെയ്ത് തെറ്റൊക്കെ മറന്നുപോയ, ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോവാൻ നോക്കിയപ്പം നീ നിന്റെ കൈ മാറ്റിയിട്ട് അവളുടെ കൈ ഫ്രണ്ട് വെച്ച്, അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചോണ്ടായ, അതുകൊണ്ട് നീ ചെയ്ത തെറ്റിന് എന്നോട് സോറി പറ, അല്ലെങ്കിൽ ദേഷ്യമൊന്നും കുറയത്തില്ല എന്നിന് അവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് അവൾ അവന്റെ മെയിൻ പോയിന്റ് വെച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പോഴാണ് അവളും ലിത ഓടിയിരുന്ന് കാണുന്നത്. അങ്ങനെ ഇത് കണ്ട് അവളെയും വിളിച്ചോണ്ട് ഗോര റൂമിലേക്ക് പോകും. അപ്പോഴാണ് അവളും ഗോര സഹായിച്ചതിന് താങ്ക്സ് പറയും. അങ്ങനെ ഇത് കേട്ട് അവളും, നീ എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞൊക്കെ വരുന്നത്, നീ ടൈമിന്റെ ഫിയാൻസി എന്ന് പറഞ്ഞാൽ അവർ നിന്നെ അകത്തേറ്റ് വിടുവല്ല എന്നിന് അവൾ പറയും. അപ്പോഴാണ് ഇത് കേട്ട് ലിതയും, ഓ ഞാൻ അവനെ കാണാമെന്നില്ല വന്ന്, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്ന്, ഇന്നലെ അറിയാൻ ഞാൻ നിന്റെ മേളിൽ വീണപ്പം നിന്റെ ഡ്രസ്സ് ചെറുതായിട്ട് കീറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചോണ്ടെന്നാ, ഇന്നാ ഇത് നീ വെച്ചോ എന്നിന് അവൾ എടുക്കും. അപ്പൊ ഇത് കണ്ടിട്ട് ഗോറിയും, ആ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഈ ഡ്രസ്സൊന്നും വേണ്ട എന്നിന് അവളും വാങ്ങിക്കായിരിക്കും. അപ്പോഴാണ് അവളും ടൈം പറഞ്ഞ പോലെ, എന്നാ പിന്നെ നീ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ടോ, ആര് വേണമെങ്കിലും വന്നെടുത്തോട്ടെ, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച എന്നിന് അവളും ടൈം പറഞ്ഞ സെയിം ഡയലോഗ് പറയും. അങ്ങനെ ഇത് കേട്ട് ഗോറിയും അവളും ആ ഡ്രസ്സ് വാങ്ങിക്കും. അതിനുശേഷം ഇവർ തമ്മിൽ പരസ്പരം പരിചയപ്പെടും. അപ്പോഴാണ് ലിതയും, എന്നാ ശരി ഗോറിയ എനിക്ക് ആ മണ്ടനായിട്ട് ഒരു ഫംഗ്ഷൻ വേണം, എന്നാ ശരി നമുക്ക് പിന്നെ കാണാം എന്നിന് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവർ തമ്മിലുള്ള റിലേഷൻ കണ്ട് ഗോര അപ്സെറ്റ് ആയിട്ട് വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് ടൈം ഫംഗ്ഷന് പോകാതെ അനിയനായിട്ടിരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളെ അടുത്തുനിന്ന്, ടൈം ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ അവളായിട്ട് ഫംഗ്ഷന് പോയി കാണുമെന്ന് എന്നിന് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ടവനും, ഓ എനിക്കൊന്നും വയ്യ, ഞാൻ അവിടെ നിന്ന് ചാടി, നീ അത് വിട്, ഞാനിപ്പോ കുറെ എനർജി ഫുഡ് കഴിക്കാനുണ്ട്, കാരണം ചിലരൊക്കെ എന്റെ മെയിൻ പോയിന്റ് അടിച്ച് തകർക്കുക എന്നിന് ഇവർ തമ്മിൽ അടിയെ കുറിച്ച് വരക്കൊണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അനിയനും, ഓ ഒന്ന് മിണ്ടാരി എന്നിന് അവന് ടിവിയുടെ സൗണ്ട് ഇങ്ങനെ കൂട്ടി വയ്ക്കും. അങ്ങനെ ഇത് കണ്ട് അവർ സൈലന്റ് ആയിട്ട്, അഗോറിയ ഇന്നലെ ബർത്ത്ഡേ പാർട്ടിക്ക് വെച്ച് എനിക്ക് ഇതിന്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റിയില്ല, അത് കാരണം ഞാൻ എത്ര വിഷമിച്ചെന്നറിയാം എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും, എന്റെ എന്നാ ഗിഫ്റ്റ് ഇല്ല, ഞാൻ അതൊക്കെ എപ്പോഴേ കളഞ്ഞ് എന്നിന് അവളും പറയുമ്പോഴാണ് അനിയനും, അപ്പൊ ഫ്രിഡ്ജിന്റെ മേളിരിക്കുന്ന ഗിഫ്റ്റ് ആർക്കാ എന്നിന് അവനും ടൈമിന് പറഞ്ഞെടുക്കും. അങ്ങനെ ആ ഗിഫ്റ്റ് എടുത്തോണ്ട് ടൈം അടുത്ത ദിവസം റെന്നിനെ കാണിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവന് ഉറങ്ങി കിടക്കുന്നത്. ഇത് കണ്ട് അവനെ അടുത്ത് തന്നിട്ട്, റെൻ നീ ഇതൊന്ന് നോക്കേ, ഗോറി എനിക്ക് വേണ്ടി എന്റെ അതേ ഫേസ് അവൾ കുക്കീസ് ഉണ്ടാക്കി തന്നു എന്നിന് അവന്റെ കൈ കൊടുക്കും. എന്നിട്ട് ടൈം സന്തോഷത്തോടെ അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവനതൊന്നും കേൾക്കാതെ അതെടുത്താൻ കഴിക്കും. അപ്പൊ ഇത് കണ്ട് ടൈമും, എടാ ദ്രോഹി അത് എന്റെ കുക്കീസ് ആടാ എന്നിന് അവനായിട്ട് വഴക്കുണ്ടാക്കും. അതിനുശേഷം റെന്നും ചോദിക്കും, എടാ ടൈം എനിക്ക് ഈ കുക്കീസ് തരാൻ വേണ്ടിയാണ് രാവിലെ വന്ന്, നീ മറ്റേ ന്യൂസിനെ കുറിച്ച് വല്ല അറിഞ്ഞായിരുന്നു, നമ്മുടെ നാട്ടിലെ നമ്പർ 1 ബിസിനസ്മാന് ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ബിസിനസ്സും ഡൗൺ ആയി എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് ടൈമും, ആ ഞാൻ അറിഞ്ഞായിരുന്നു, എന്തായാലും ഇത് കാരണം ഞാൻ ബിസിനസ് കാര്യത്തിൽ കുറച്ച് ബിസി ആയിരിക്കും എന്നിന് അവൻ പറയുമ്പോഴാണ് ഇത് കേട്ട് റെന്നും, ടൈം അപ്പൊ ആ ലിത്തയാരും നോക്കും എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും, ഓ അതിനൊക്കെ എന്റെ ഒരു പ്ലാൻ ഉണ്ട്, അവളെ നോക്കാൻ വേണ്ടി 2 ബെസ്റ്റ് പയ്യന്മാർ എന്റെ കയ്യിലുണ്ട് എന്നിന് അവൻ പറഞ്ഞ അതേ സമയത്താണ് ആ 2 പയ്യന്മാര് കവിനും എംജിയും കൂടെ പേടിച്ച് ഗോര ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഓടി വരും. അപ്പോഴാണ് ഇത് കണ്ട അവളും, നിങ്ങൾ ആരെ കണ്ടിട്ട് ഇത്രയും പേടിച്ച് ഓടി വരുന്നത് എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് കവിനും, ഓ അതിനെ കുറിച്ച് നീ ചോദിക്കല്ലേ, ആ ടൈമിന് അവൾ നോക്കാൻ പറ്റത്തോണ്ട് ആ ലിത്തയെ നോക്കാൻ വേണ്ടി ഞങ്ങളെ പറഞ്ഞയച്ച്, പക്ഷെ അവള് ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല, നിന്റെ കയ്യിൽ മാപ്പ് ഉണ്ടെങ്കിൽ ഇട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം അവൾ പറഞ്ഞ് അവൾക്ക് നോർമൽ ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇഷ്ടമല്ലെന്ന്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവളെ വിളിച്ചോണ്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി, പക്ഷെ അവിടെ വെച്ച്
അവൾ കൊച്ചുലേരെ പോലെ ഞങ്ങളെ പറ്റിച്ച് വെള്ളത്തിൽ തള്ളിയിട്ട് എന്നിട്ട് അവൾ അടങ്ങിയിരുന്ന വീണ്ടും വീണ്ടും റോളർ കോസ്റ്റ് ബോട്ട് നിറഞ്ഞ് മൊത്തത്തിൽ ഞങ്ങൾ ഛർദ്ദിച്ച്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ സമാനായി. കാരണം അവൾ എന്തായാലും ക്ഷീണിച്ചാണില്ല. പക്ഷെ സത്യത്തിൽ ഞങ്ങൾ മാത്രമേ ക്ഷീണിച്ചുള്ളായിരുന്നു. അവൾക്ക് വീണ്ടും വീണ്ടും വേറെ സ്ഥലത്ത് പോകണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു പ്ലാൻ ചെയ്ത് അവൾ അവിടെ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ അങ്ങ് പോകുന്നു. എന്നിട്ട് ഇവമാര് സംസാരിക്കുമ്പോഴാണ് അവരെ ഫോളോ ചെയ്ത് അവൾ അവിടെ വന്നിട്ട് ഗായ്സ് എനിക്ക് ഇപ്പോഴും എനർജി ഉണ്ട്, നമുക്ക് എവിടെയൊക്കെ പോയാലോ. എന്നിട്ട് അവളെ കണ്ടിട്ട് വീണ്ടും ഇവമാര് ടെൻഷനാകും. അപ്പോഴാണ് ഇത് കണ്ടില്ല ഇത്തയും ഓ നിങ്ങൾ രണ്ടുപേരും ബോറാ, നിങ്ങൾക്കൊക്കെ ഒട്ടും എനർജി ഇല്ലല്ലോ ഗോരിയ, നമുക്ക് രണ്ടുപേരും കൂടെ പുറത്തു പോയാലോ എന്നിന് അവളെ വിളിക്കും. അപ്പൊ ഇത് കേട്ട് ഗോറിയെ രക്ഷപ്പെടാൻ വേണ്ടി പക്ഷെ ലിത്ത ഞാനിപ്പോ ജോലി ചെയ്യുക, അതുകൊണ്ട് എനിക്കിപ്പം പുറത്തു വരാൻ പറ്റത്തില്ല എന്നിന് അവൾ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളുടെ ഇരിക്കുന്ന എല്ലാ ATM കാർഡ് എടുത്തിട്ട് ഗോരിയ ഈ കടയിൽ എല്ലാ ഫ്ലവേഴ്സും ഞാൻ വാങ്ങിച്ചാ പിന്നെ നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ എന്നിന് അവളെ വിളിച്ചോണ്ട് ഷോപ്പിങ്ങിന് പോകും. അപ്പോഴാണ് ഗോറിയും അവിടെയുള്ള ബാഗിന്റെ വിലയെ കണ്ടിട്ട് അവളും പേടിച്ചങ്ങ് മാറും. അതിനുശേഷം ഇവരുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് അവളും ഗിഫ്റ്റ് ആയിട്ട് ഗോറിക്ക് ഒരു ബാഗ് കൊടുക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് ഗോറി വാങ്ങിക്കായിരിക്കും. അപ്പോഴാണ് അവളും പഴയതുപോലെ അവൾ ആ ബാഗ് തറ വെച്ചിട്ട് പോകുന്ന പറയും. അങ്ങനെ ഇത് കേട്ട് ഗോറിയും എന്നാ പിന്നെ അത് അവിടെ തന്നെ നടക്കട്ടെ, ഞാൻ എടുക്കത്തില്ല എന്നിന് അവളും പറയും. അപ്പോഴാണ് ഇത് കേട്ട് ലിത്തയും ഓ ഗോറിയ ഞാൻ നിന്നെ അൺകംഫർട്ടബിൾ ആക്കുന്നു, എനിക്ക് ഇതുവരെ ഫ്രണ്ട്സ് ആയിട്ട് ആരും ഇല്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടെന്ന് അറിയത്തില്ല, ഞാൻ വല്ലതും തെറ്റുവാണെങ്കിൽ നീ ക്ഷമിച്ചേക്കണേ പ്ലീസ്, എന്നോട് ദേഷ്യപ്പെടല് എന്നിന് അവളും പറയും. അങ്ങനെ ഇത് കേട്ട് അവളും ലിത്ത ഇനി നീ എനിക്ക് വേണ്ടി വില കൊടുത്തൊന്നും വാങ്ങിക്കണ്ട എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ലിത്തയും എന്നാ ശരി ഇനി തൊട്ട് നിനക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്നിന് ഇവരുടെ ഒരു ഫ്രണ്ട്സ് ആവും. അതിനുശേഷം അവളും ഗോരയോട് കൂടെ അവളുടെ വീട്ടിൽ പോകും. എന്നിട്ട് അവൾ ആ വീട് കണ്ടിട്ട് ഓ ഗോറിയ നിന്റെ വീട്ടിൽ ഫുള്ളും വെറൈറ്റി സാധനങ്ങളാണല്ലോ, എനിക്ക് നിന്നെ പോലെ ജീവിക്കാൻ ആഗ്രഹം, പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, എല്ലാം എന്റെ പേരൻസ് തീരുമാനിക്കുന്ന. അതുപോലെ എനിക്ക് പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്താൻ പോവുക, ആ തൈമിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല ഗോറിയ നീയും തൈമും തമ്മിൽ എന്തോ ബന്ധം എന്നിന് അവൾ വയ്ക്കും. അപ്പൊ ഇത് കേട്ട് അവളും ഓ ഞാനും അവനും ഫ്രണ്ട്സാ എന്നിന് അവൾ അറിയും. അപ്പൊ ഞാൻ ഇത് കേട്ടില്ല ഇതയും അപ്പൊ ഗോറിയ ഞാൻ നിന്നെ സ്കൂളിൽ വെച്ച് കണ്ടപ്പം നിന്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നല്ലേ, അവനാണ് നിന്റെ ബോയ് ഫ്രണ്ട് എന്നിന് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ ടൈം വരുന്നത്. അപ്പൊ അവൻ അവളെ കണ്ട് ഷോക്കായിട്ട് എടി നിനക്കെന്ത് ഇവിടെ പണി എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും ഞാൻ ഗോരയുടെ ഫ്രണ്ടാ, ഞാനിവിടെ വരുമ്പോ അതിന് നിനക്കെന്തോ കുഴപ്പം, ഗോരയെ നിന്നെ പോലെ കൊരങ്ങന്മാരെ തന്നെ വീട്ടിൽ കയറ്റുന്നുണ്ട്, പിന്നെ ഞാൻ വന്നെന്തോ കുഴപ്പം എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവനും നീ എന്നെ മങ്കി എന്നാണ് വിളിച്ചത്, എന്നാ പിന്നെ ഞാൻ മങ്കിയാണെങ്കിൽ നീ ഡോങ്കിയ എന്നിന് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടാക്കാണ്ടിരിക്കും. അതേസമയം കവിനും ഫ്ലവേഴ്സ് ഒക്കെ എടുത്ത് വെച്ച് ക്യാനിന് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവന് വീട്ടിൽ പോകാൻ നോക്കുമ്പോഴാണ് അവളും കുറച്ച് സമയം കൂടെ അവനായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കും, കാരണം അവൾക്ക് കവിന് ഇഷ്ടമാണ്. അപ്പോഴാണ് കവിനും ഓ ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, എനിക്ക് വിശക്കുന്നു, ഇവിടെ ഫുഡ് വല്ലതും ഉണ്ടോ എന്നിന് അവൻ ചോദിച്ചതോടെ ഇത് കേട്ട് അവള് സന്തോഷപ്പെട്ട് ഇവരുടെ പുറത്തേക്ക് സംസാരിക്കും. അപ്പോഴാണ് കാനിങ്ങും പറയുന്നത് ഓ ഈ ലിത്ത ഞങ്ങളുടെ കടയിലെ എല്ലാ ഫ്ലവേഴ്സും വാങ്ങിച്ചല്ലേ, അവളൊരു സംഭവം തന്നെ. പിന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവാത്ത, ലിത്തയെ പോലുള്ള ആൾക്കാരൊന്നും ടൈമിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എങ്ങനെ അവര് കല്യാണത്തിന് സമ്മതിച്ചത്, അതാ എനിക്ക് മനസ്സിലാവാത്ത എന്നിന് അവൾ വയ്ക്കും. അപ്പോഴാണ് ഇത് കേട്ട് കവിനും ഓ നിനക്ക് ടൈമിന്റെ അമ്മയെ കുറിച്ച് അറിയത്തില്ല, അവർ നീ വിചാരിക്കുന്ന നിനക്ക് സിമ്പിൾ ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല, അവരെന്ത് കാര്യം ചെയ്താലും അതിന്റെ പുറകെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ കാണും, നീ തന്നെ ആലോചിച്ച് നോക്ക്, ഗോറിയിലെത്തയും അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ തന്നെ, അതുകൊണ്ടാ ടൈമിന്റെ അമ്മ അവളെ ചൂസ് ചെയ്തത് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവള് ടെൻഷനായിട്ട് ഓ ഞാനിപ്പോ ഗോരയെടുത്ത് വിഷമിക്കുക, ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നിന് അവളും ഗോരയ്ക്ക് വീഡിയോ കോൾ ചെയ്യും. അപ്പോഴാണ് ഗോരയും കോൾ എടുത്തിട്ട് അവളിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് കാനിങ്ങും ഗോരിയ നിന്റെ ഫേസ് എന്തോ ഡള്ളായിട്ടിരിക്കുന്നത്, അവിടെ എല്ലാം പ്രശ്നമുണ്ടോ എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ഓ അത് ഞാൻ പറയുന്നില്ല നീ തന്നെ നോക്ക് എന്നിന് അവളും കാണിക്കുമ്പോഴാണ് തൈമയിൽ ഇതും കൂടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തൈമ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും അടിയോട് കണ്ടിട്ട് അനിയനും ഓക്കെ ഞാൻ പ്രശ്നം തീർത്തു തരാം, നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഓർത്തോ എന്നിന് അവൻ പറയുമ്പം തൈം അനിയനിട്ട് അടിച്ചോണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഇതാ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് അങ്ങ് പോകും. അതേസമയം തൈമും മൊബൈൽ നോക്കി അവനിങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കും, കാരണം ഹെൽത്ത് ഇഷ്യൂ കാരണം ഹോസ്പിറ്റലിൽ കിടന്ന ആ നമ്പർ 1 ബിസിനസ്മാൻ ഇപ്പൊ മരിച്ചുപോയി, അതുകൊണ്ട് ബിസിനസ് വലിയ തകർച്ച വന്നതുകൊണ്ട് ടൈമിന് ഇപ്പം ബിസിനസ് ചെയ്യേണ്ട സമയമായി. അങ്ങനെ ഇത് ആലോചിച്ച് അവന് ടെൻഷനായിട്ട് ഗോറിയ ഞാൻ ഇനി കുറച്ച് ദിവസം ഇവിടെ ഇല്ലെന്ന് വരാം, കാരണം അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അത് നിന്നോട് വിവരിച്ച് പറയാൻ കുറച്ച് പാടാ, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നവരെ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അങ്ങനെ ഇത് കേട്ടിട്ട് ഗോറിക്കൊന്നും മനസ്സിലാവത്തില്ല. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ആ ബിസിനസ്മാന്റെ അടക്കത്തിന് വേണ്ടി ഗോറി ജോലി ചെയ്യുന്ന സ്ഥലത്തിരുന്ന് കവിൻ ഫ്ലവേഴ്സ് എല്ലാം വാങ്ങിക്കും. അങ്ങനെ ഇവർ അവിടെ പോയി ഫ്ലവേഴ്സ് ഒക്കെ റെഡി ആക്കി വെച്ചോണ്ടിരിക്കുമ്പോഴാണ് കവിൻ അടുത്ത് വന്നിട്ട് പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും നല്ലോണം ഡെക്കറേറ്റ് ചെയ്യും, കാരണം ഇവിടെ വരുന്ന വലിയ വലിയ ബിസിനസ്മാർക്ക് നിങ്ങളുടെ ഡെക്കറേഷനൊക്കെ ഇഷ്ടപ്പെട്ട പിന്നെ നിങ്ങളുടെ ബിസിനസ്സും വളരും എന്നിനാവൻ പറയും. അപ്പൊ ഇത് കേട്ട് ഗോറിയും ഓ ഇങ്ങനത്തെ സമയത്ത് ബിസിനസിനെ കുറിച്ച് ആലോചിക്കണം എന്നിന് അവൾ വയ്ക്കുമ്പോഴാണ് അവനും ഗോറിയ ഇവിടെ വരുന്ന എല്ലാവരും ബിസിനസിന് വേണ്ടിയാ, കാരണം മരിച്ചത് നമ്മുടെ നാട്ടിലെ നമ്പർ 1 ബിസിനസ്മാനാ എന്നിന് അവൻ പറയുന്ന കേട്ട് ഗോറിക്കൊന്നും മനസ്സിലാകത്തില്ല, കാരണം അവൾക്ക് ഈ ബിസിനസിനെ കുറിച്ച് ഒരു പിടിയില്ല. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് ഇവളുടെ ലൈഫും ടൈമിന്റെ ലൈഫും വേറെ വേറെ ആണെന്ന്. അങ്ങനെ അവളും പുറത്ത് ഇതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് റൺ ഇത് കണ്ട് അവളുടെ അടുത്തേക്ക് പോകും.
അപ്പോഴാണ് അവനും ചോദിക്കുന്നത്, ഗോറിയ നീ തൈമിനെ കുറിച്ച് ആലോചിക്കണോ എന്നിട്ട് അവൻ ചോദിക്കും. അപ്പൊ അവളും ഞാൻ എൻഗേജ്മെന്റിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്ന, പക്ഷെ തൈം എങ്ങനെയൊക്കെ ഒരു വഴി കണ്ടുപിടിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് എന്നിട്ട് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട അവനും, ഗോറിയ എനിക്ക് വിഷമം തൈമിന്റെ ഫീലിങ്സിനെ കുറിച്ചല്ല, ഞാൻ ലിതയുടെ ഫീലിങ്സിനെ ഓർത്താ വിഷമിക്കുന്നത് എന്നിട്ട് അവനും പറയുന്ന അതേ സമയത്താണ് തൈമിൽ ലിതയെ വിളിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കും. ലിത നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലല്ലോ, കാരണം എനിക്കിത് ഓക്കെ അല്ല എന്നിട്ട് അവൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട അവളും, അപ്പൊ നിന്നെ കൊണ്ട് ഈ കല്യാണം നിർത്താൻ പറ്റുമോ എന്നിട്ട് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും, എന്നെ കൊണ്ട് പറ്റൂല എന്നറിയത്തില്ല, പക്ഷെ എന്തായാലും ഇത് നിർത്താൻ ഒരു വഴി കാണും, എന്തായാലും നമ്മൾ രണ്ട് ലവേഴ്സ് ഒന്നും അല്ലല്ലോ എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവളും, ടൈം നിനക്ക് ലവ് അത്രയും പ്രധാനമാണോ എന്നിട്ട് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും, ലിത നിനക്ക് ലവ് പ്രധാനമാണോ ഇല്ലെന്ന് എനിക്കറിയണ്ട, പക്ഷെ എനിക്കത് ഇമ്പോർട്ടന്റ്, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ ഞാൻ ഒരിക്കലും ഹേർട്ട് ചെയ്യത്തില്ല എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം അവൻ പറഞ്ഞ ഡയലോഗ് കേട്ട് അവളും ടച്ചായി പോകും. അങ്ങനെ അത് കാരണം അവളും ടൈമിനെ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.